NV ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഇത് പാർട്ടിയുമായിട്ട് ഈ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നിങ്ങളുടെ ചില ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി മെമ്പറല്ലേ? ഞാൻ പറഞ്ഞു, അന്ന് അയാൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അന്ന് രാത്രി തന്നെ ഞാൻ അയാളെ പുറത്താക്കി. പാർട്ടി ചർച്ച ചെയ്ത് അയാളെ പുറത്താക്കി. ഈ പാർട്ടിക്ക് മാത്രമേ ഇത്രയൊരു നടപടി എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഇടപെട്ടിരുന്നില്ല ആ കേസിൽ. നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണല്ലോ. ഈ ജില്ലയിലെ CPM വിലയിരുത്തുന്ന ശരിയായ ആളുകൾക്ക് അറിയാൻ വേണ്ടി കഴിയും. ഞങ്ങൾ ഇടപെട്ടിരുന്നില്ല ആ കേസിൽ. പ്രതികളാക്കിയിട്ടുണ്ട്. ആ പ്രതികൾ കേസുമായിട്ട് പോയിട്ടുണ്ട്. പാർട്ടി തുടർച്ചയായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ സംഭവം അതിൽ CPM യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അതിലിടപെടാതിരുന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. എന്നാൽ CBI കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ പാർട്ടി ഒരു കാര്യം വ്യക്തമാക്കി. CBIയെ കൊണ്ടുവന്നത് തന്നെ രാഷ്ട്രീയമായിട്ടാണ്. അത് രാഷ്ട്രീയമായിട്ട് തന്നെ CBI ആ പ്രശ്നം കൈകാര്യം ചെയ്തു. അതിൻ്റെ ഭാഗമായി KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ അടക്കമുള്ള കുറച്ച് പേരെ പാർട്ടിയെ കൊത്തിവലിക്കുന്നതിന് വേണ്ടി ഇതിൽ പ്രതികളാക്കി. സ്വാഭാവികമായും പാർട്ടിയെ അതിലേക്ക് കൊത്തിവലിച്ചപ്പോൾ പാർട്ടി കേസിന് പോയി ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി. അവർ നിരപരാധികളാണ് എന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. അവർ ചില കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി വിധിയിലൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് മാത്രമല്ല, അതിന് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടുത്തെ ജനങ്ങളാരും, കോൺഗ്രസും അതുപോലെ വലതുപക്ഷ ശക്തികളും CPM സദാസമയം എതിർത്തുകൊണ്ടിരിക്കണം എന്നുദ്ദേശിക്കുന്നവർ മാത്രമാണ് പെരുമഴ പോലെ ഈ സംഭവം കിട്ടിയപ്പോൾ CPM വന്നിട്ടുള്ളത്. ജനം മുഴുവൻ CPM CPM തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഭൂരിപക്ഷം വോട്ട് ഞങ്ങൾക്കാണ് പുല്ലൂർപ്പെരിയ പഞ്ചായത്തിനകത്ത്. ഏത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്തു നോക്കൂ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലമാണത്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അടിമുടി ഉടനീളം ഉണ്ടായിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായി. അപ്പോഴും പെരിയയിൽ വലിയ പോറലൊന്നും നേരിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഏതായാലും കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് തന്നെ ആ വിധി പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം CPM നേതാക്കന്മാരെ ഇത് ശിക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ വിധി സമഗ്രമായി പഠിച്ചതിന് ശേഷം നിയമപരമായിട്ടുള്ള അടുത്ത സാധ്യത ആലോചിക്കുന്നതാണ്. CBI വരുന്നതിന് മുമ്പ് തന്നെ മണികണ്ഠനൊക്കെ പ്രതിപ്പട്ടിയിലുണ്ടല്ലോ. മാഷ് പറഞ്ഞതിൽ എന്താണ് കാര്യമുള്ളത്? മണികണ്ഠനുണ്ട്, ഭാസ്കരനുണ്ട്, അവരൊക്കെ പ്രതിപ്പട്ടിയിലില്ലേ? CBI വന്നതിന് ശേഷം അവർ പ്രതിപ്പട്ടികയിലുണ്ട് എന്നുള്ളത് CBI ആണ് പിന്നീട് ഈ രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതിപ്പട്ടികയിൽ പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരെ പെടുത്തിക്കൂടാത്തത്? പ്രതിപ്പട്ടികയിൽ ഇപ്പം ഇവിടെ നിൽക്കുന്ന നിങ്ങളെ പെടുത്തിക്കൂടെ, എന്നെ പെടുത്തിക്കൂടെ? ഈ പ്രതിപ്പട്ടികയിൽ പെട്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതിയാകുന്നില്ല. കോടതി പറയട്ടെ. കോടതി ഇപ്പോൾ പറഞ്ഞു, പഠിക്കട്ടെ നിയമപരമായിട്ട് അതിൻ്റെ വസ്തുതകൾ എന്താണ്, കോടതി അത് പറയാൻ കോടതിയെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണ്, അതിനനുസരിച്ച് നിയമപരമായിട്ട് പോകും. കൊലപാതകം നടന്നു, ആ സമയത്ത് തന്നെ പാർട്ടി അതിനെ തള്ളി പറഞ്ഞു, ഈ പീതാംബരനെ പുറത്താക്കി. പക്ഷേ ആ പ്രതികളായ ആളുകളെ ഇറക്കിക്കൊണ്ടുവരാൻ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചല്ലോ. അത് പാർട്ടിക്ക് ഒരു തിരിച്ചടിയായതല്ല. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ, അതിൻ്റെ വിധി പകർപ്പ് പരിശോധിക്കട്ടെ. കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്താണെന്ന് പരിശോധിക്കട്ടെ. നിയമപരമായിട്ട് അടുത്ത കാര്യം നോക്കാം. പക്ഷേ വിധി വന്നതിന് തൊട്ട് പിന്നാലെ മണികണ്ഠൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. CBI കുറിച്ചായിരുന്നു അത് പറഞ്ഞത്. കൂട്ടിലടച്ച തത്തയ്ക്ക് യജമാനന്മാരെ അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് പാർട്ടി നിലപാട് തന്നെയാണോ പറയുന്നത്? പൊതുവേ പാർട്ടി CBI കുറിച്ച് പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു വിധി വരുമ്പോഴേക്ക് നേരെ വിപരീതവും, മറ്റൊരു വിധി വന്നാൽ അനുകൂലവും. അതല്ല, CBI കുറിച്ച്
കേന്ദ്ര ഏജൻസികളെല്ലാം ആരാണോ ഭരിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇതൊന്നും ഒരു കാര്യം ഈ പെരിയ കേസ് മാത്രമല്ലല്ലോ, നിങ്ങൾക്കറിയാലോ ഒരുപാട് കാര്യങ്ങൾ ED ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, എല്ലാ കാര്യങ്ങളും ഇല്ലേ CBI ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CBI ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. പക്ഷേ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കെതിരെ ഇനി പാർട്ടി നടപടി ഉണ്ടാവുമോ? ഞാനതാണല്ലോ പറഞ്ഞത്. വിധിപ്പകർപ്പ് വിശദമായി പഠിച്ചതിന് ശേഷം നിയമപരമായിട്ടുള്ള അടുത്ത വശം ആലോചിക്കും. പാർട്ടി നടപടി ഉണ്ടാവുമെന്നാ ചോദിച്ചത്. പാർട്ടി തലത്തിൽ അല്ല, പാർട്ടി നടപടി പറഞ്ഞ ഒരു കോടതി വിധിച്ചാലും അപ്പാട് നടപടി എടുക്കണോ? അന്തിമവിധിയാണോ ഇത്? അന്തിമവിധി അല്ലല്ലോ ഇത്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഞാൻ അന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇതിൽ വിധിക്കപ്പെട്ടവരാണ്. എന്തെന്ന്, ഏത് സമയത്തും കേസിലും അതുപോലെ തന്നെ മറ്റതിലൊക്കെ പ്രതികളാകാം. പ്രതിയായി എന്നൊറ്റ കാരണം പറഞ്ഞിട്ട് ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ പാർട്ടിയിൽ ആരാണ്ടാവും? CPM മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് CPM-ന് ബന്ധമില്ലാത്ത കേസാണ്. പക്ഷേ നേതാക്കൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടല്ലോ എന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് KV കുഞ്ഞിരാമൻ്റെ അടക്കം കാര്യത്തിൽ വിധി വിശദമായി പഠിച്ച ശേഷം പ്രതികരണമെന്നതാണ് ഇപ്പോൾ MV ബാലകൃഷ്ണന്റെ മറുപടി.